കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജലോചന നിന്നോടായി. ഏതേനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കണം. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്നത്തെ സത്സംഗ കൃഷ്ണൻ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്ന നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനാണ്. ശ്രീലകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കാണണേ ഉള്ളൂ. അപ്പോൾ സത്സംഗ കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുൻപായിട്ട് ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിൽ ഒരു കഥ പറയാം. ജയശ്രീ പ്രദീപ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മുരാരി എന്ന നാമം ഭഗവാന് ലഭിച്ചത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. മുരൻ എന്നൊരു അസുരനെ വധിച്ചതിൻ്റെ പേരിലാണ് മുരാരി എന്നറിയപ്പെടുന്നത് കേട്ടോ. മുരൻ്റെ അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നൊരർത്ഥമുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് മുരൻ എന്ന അസുരനെ വധിച്ച മുരൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്ന രീതിയിലാണ് മുരാരി എന്ന പേര് വന്നിരിക്കുന്നത്. ഈ മുരാസുരൻ ആരാണെന്നറിയോ? നരകാസുരന്റെ കൂട്ടുകാരനായിരുന്നു അത്രേ മുരാസുരൻ. അദ്ദേഹത്തിന് അനേകം മായാശക്തികളൊക്കെ ഉണ്ടായിരുന്നു. പ്രാഗ്ജ്യോതിഷപുരം എന്നറിയപ്പെടുന്ന ആ ഒരു നരകാസുരന്റെ ആ നാട്ടിലെ എന്താ പറയുക, സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു റോളായിരുന്നു ഇത്ര ഈ മുരാസുരൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മായാശക്തി കൊണ്ട് ആ രാജ്യത്തിന് ചുറ്റും പല തരത്തിലുള്ള സുരക്ഷാ കവചങ്ങളൊക്കെ ഒരുക്കി ദുഷ്ടതകൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനുള്ളിൽ. അങ്ങനെയായിരുന്നു ഈ മുരാസുരനും അതുപോലെ നരകാസുരനും ചെയ്തിരുന്നത്. അപ്പോൾ ഈ നരകാസുരവധത്തിനായിട്ട് സത്യഭാമയോടുകൂടി ഭഗവാൻ ഈ പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് എഴുന്നള്ളുന്ന സമയത്ത് മുരാസുരനെ വധിക്കുകയുണ്ടായി. ദേവന്മാരുടെ ഒരു അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഭഗവാൻ മുരാസുരനെ വധിക്കാനിടയായത്. അങ്ങനെയാണ് മുരാരി എന്ന പേര് ഭഗവാന് ലഭിച്ചത്. ഈ ഒരു ചോദ്യത്തോടു കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ മുരാരിയുടെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. എൻ്റെ മോളുടെ കുട്ടിക്ക് 2.5 വയസ്സായി. സംസാരം കറക്റ്റ് ആവുന്നില്ല. എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് ശ്രീജ സുരേഷ് എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. കേളിക്കൈ വഴിപാട് ചീട്ടാക്കിക്കോളൂ. ശബ്ദ സംബന്ധമായ, കേൾവി സംബന്ധമായ എല്ലാ സുഖങ്ങൾക്കും അത് നല്ലതാണ്. നാവ് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചോളൂ. ശ്രീ ഗുരുവായൂരപ്പനെ അവിടെ നാവ് ഉണ്ടല്ലോ, ആൾരൂപം വഴിപാട് എടുത്തു വയ്ക്കുന്നിടത്ത് നാവ് എടുത്തു വയ്ക്കാൻ സാധിക്കും. അത് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട്, ഞാൻ ധന്യ. ശത്രുത ഉള്ളവരെ നിഗ്രഹിക്കണം, നശിപ്പിക്കണം, അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും നമ്മളോട് ശത്രുത മാറ്റി നല്ല രീതിയിൽ നമ്മളോട് സ്നേഹത്തോടെ ഇടപഴകാൻ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നമ്മളോടുള്ള ഈ ശത്രുതാ മനോഭാവം കാരണം മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞാൻ. എന്തിനാ ധന്യ അങ്ങനെ ബുദ്ധിമുട്ടണേ? ഒട്ടും വിഷമിക്കണ്ട. നമ്മളെ ശത്രുപക്ഷത്ത് കാണുന്നവരൊക്കെ അങ്ങനെ തന്നെ കണ്ടോട്ടെ. നോക്കൂ, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമില്ല തോന്നുന്ന ആൾക്കാരുണ്ടാവൂ? നമ്മളൊക്കെ വർണ്ണിച്ച് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ. നീലമേഘ ശ്യാമള കോമള വർണ്ണൻ എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുകയുണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ കേട്ടതിലൂടെ തന്നെ അതിമനോഹരമായ രീതിയിൽ എത്ര പിക്ചേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒറ്റ നോട്ടം മതി ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല, നമുക്ക് ആ ഇഷ്ടം കുറയില്ല, അത്രയധികം സ്നേഹം തോന്നുന്നു. അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പനെ പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നേ. ശിശുപാലനെ പോലുള്ള ആൾക്കാർ, ജരാസന്ധനെ പോലുള്ള ആൾക്കാർ. ഇപ്പം ജരാസന്ധനെ എടുക്കുമ്പോൾ അദ്ദേഹത്തിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളെ വിധവകളാക്കി എന്നുള്ളതാണ് കാരണം എന്ന് വിചാരിക്കുക. ഈ ശിശുപാലൻ എന്താ കാരണം? ശിശുപാലനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഭഗവാനെ. എന്തെല്ലാം കുറ്റങ്ങളാണെന്നറിയോ ഈ ശിശുപാലൻ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശിശുപാലനും ഭഗവാനും കസിൻസാണ് കേട്ടോ. അത് എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും പറയാണ്.
അതായത് വസുദേവരുടെ അനേകം പെങ്ങന്മാരിൽ ഒരു പെങ്ങളുടെ മകനാണ് ശിശുപാലൻ എന്ന് പറയുന്നത്. അപ്പോൾ ശിശുപാലൻ ജനിച്ചപ്പോൾ ഭഗവാൻ കാണാൻ ചെന്നു. അദ്ദേഹം ജനിച്ചത് വലിയ അത്ഭുതകരമായിട്ടാണ്. അദ്ദേഹത്തിന് അധിക കൈകളും അധിക കണ്ണുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശത്രു ആരാണോ, ഇദ്ദേഹം ആരാലാണോ വധിക്കപ്പെടുക, ആ വ്യക്തി വന്ന് കാണുന്ന സമയത്ത് ഇതൊക്കെ തന്നെത്താൻ കൊഴിഞ്ഞു പോകുന്ന ഒരു അശരീരി ഉണ്ടായി. ഇത് എല്ലാവരും വന്ന് കണ്ടു കുഞ്ഞിനെ, അത്ഭുതത്തോടെ നോക്കി, ഇങ്ങനെ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ ഭഗവാൻ വന്ന് കണ്ടതും ഒക്കെ കൊഴിഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ, ശിശുപാലൻ്റെ അമ്മ ഭഗവാനോട് ഒരു വാക്ക് പറയുക, ഭഗവാനോട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഉണ്ണിയെ ഒന്നും ചെയ്യരുത്, അങ്ങ് എൻ്റെ ഉണ്ണിയെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കൊല്ലുമൊന്നുമില്ല ചെമ്പങ്ങളെ, ഞാനൊരു 100 തെറ്റുകൾ ക്ഷമിക്കാം, 101ാമത്തെ അപരാധത്തിന് ഞാൻ ചിലപ്പോൾ കൊന്നെന്നൊക്കെ ഇരിക്കും കേട്ടോ, 100 അപരാധം ഞാൻ ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സമാധാനമായി. ഈ ഉണ്ണി 100 വരെയൊന്നും ചെയ്യില്ല, അതിനു മുമ്പ് തന്നെ ഞാൻ തടഞ്ഞോളാം എന്നുള്ളൊരു സമാധാനം. എൻ്റെ ഉണ്ണിയല്ലേ, ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ ഉള്ളൊരു സമാധാനത്തിലാണ് ആ അമ്മ ഇരുന്നത്. എന്നാൽ ആരെങ്കിലും പറഞ്ഞാൽ ഈ ശിശുപാലൻ ഉണ്ടോ കേൾക്കുന്നു. രാജസൂയ യജ്ഞ സമയത്ത് ഭഗവാനെ അഗ്രാസന പൂജയ്ക്കായിട്ട് ക്ഷണിച്ചു ഇരുത്തി. ഭഗവാനാണ് എല്ലാത്തിലും ഉപരി വലുത് എന്ന രീതിയിൽ അഗ്രാസന പൂജയ്ക്കായിട്ട് ഭഗവാനെയാണ് ക്ഷണിച്ചത്. ഈ സമയത്ത് ഭഗവാനെക്കുറിച്ചുള്ള അനേകം തെറ്റുകളാണ് ഇത്രേ ഈ ശിശുപാലൻ വിളിച്ചു പറഞ്ഞത്. എന്തിനാണ് ഈ യാദവനെ അവിടെ കയറ്റിയിരുത്തിയെന്ന്? അയാൾ ആരാ? അയാൾ രാജാവാണോ? ഇനിയിപ്പോൾ രാജാവല്ല, ഒന്നുമില്ല, അത് പോട്ടെ, രാജാവല്ല എന്നാ വേണ്ട, കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണോ? അതുമല്ല, പ്രായം കൂടിയ ആളുമല്ല. എന്നാൽ അയാൾ ഭയങ്കര യങ്ങായിട്ട് ചെറിയ കുട്ടിയാണോ? അതുമല്ല. ഈ ഒരു പ്രായത്തിൽ ഈ മഞ്ഞ പട്ട കൊടുത്തുകൊണ്ട് കാൽത്തളയൊക്കെ ഇട്ടുകൊണ്ട് തലയിലൊരു മയിൽപ്പീലിയും കുത്തി നടക്കുന്ന വെറുമൊരു ഇടയനായിട്ടുള്ള ആള്, ഇനി പശുക്കളെയൊക്കെ മേടിച്ച് നടന്നുകൊണ്ട് എത്ര കാലം ഉണ്ടായി? വസുദേവരുടെ മകനല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് 2 അമ്മയും 2 അച്ഛനൊക്കെ ഉണ്ടാവും. നന്ദഗോപരുടെ മകനാണ്. ആർക്കറിയാം ശരിക്കുള്ള അമ്മ യശോദയാണോ ദേവകിയാണോ എന്ന്? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറയുന്നത് ദേവകിയുടെ മകനാണെന്ന്. എനിക്കൊന്നും വിശ്വാസമില്ല അതെൻ്റെ അമ്മാവൻ്റെ മകനാണെന്ന്, എനിക്ക് തോന്നണില്ല. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയണത് കേട്ടോ. ഈ രീതിയിൽ അനേകം കുറ്റങ്ങൾ പറഞ്ഞു ഇത്രേ. അപ്പൊ ശത്രുത ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ശിശുപാലൻ. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പന് ചുറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മളോട് ശത്രുതയും അസൂയയും ദേഷ്യവും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ? സാമാന്യ ജനങ്ങളല്ലേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഒരു ഈശ്വരീയ ശക്തികളുമുള്ള സൂപ്പർ പവർ ഒന്നുമുള്ള ആൾക്കാരല്ലല്ലോ, സാധാരണ ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളോട് ശത്രുത തോന്നുന്ന ആൾക്കാർ അവരവിടെ ഇരുന്ന് ശത്രുത വിചാരിക്കട്ടെ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് കേട്ടോ. സവിതയ്ക്ക് ഇതങ്ങനെ ഇരുന്ന് പറയേ വേണ്ടൂ ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട്. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാവും. എനിക്കുണ്ട് ആ മനപ്രയാസം. അനേകം പേരെന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ആ മനസ്സിലാക്കല് എന്നെ ഒരു വിങ്ങലിലാണ് എത്തിക്കുന്നത്. ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ എൻ്റെ കൂടെ ഗുരുവായൂരപ്പനുണ്ട്. കാരണം അവരല്ലേ എന്നെ സ്നേഹിക്കാതിരിക്കുന്നത്. എനിക്കൊരു വിരോധമില്ല. എൻ്റെ ഗുരുവായൂരപ്പൻ സ്നേഹിക്കണ്ടല്ലോ. പിന്നെ വളരെ വിശാലമായൊരു മനസ്സൊന്നും എനിക്കില്ല കേട്ടോ. അവരല്ലേ എന്നെ സ്നേഹിക്കാത്ത, എനിക്ക് അവരെ സ്നേഹിക്കാമല്ലോ എന്നൊന്നും ഞാൻ വിചാരിക്കാറില്ല. അവർക്ക് എന്നെ ഇഷ്ടമല്ലേ, എന്നാ വേണ്ട, അവരുടെ ജീവിതത്തിൽ നിന്ന് ഞാനിങ്ങോട്ട് പിന്മാറാം. എനിക്ക് അവരെ വേണ്ടാന്ന് വെക്കാലോ, അവർക്ക് എന്നെയും വേണ്ടെങ്കിൽ എനിക്ക് അവരെയും വേണ്ട, അങ്ങനെ വെക്കാലോ എന്ന് കരുതിയിട്ട് ഒരു കയ്യകലം വെക്കാറുണ്ട് ഞാൻ അവരോട്. അത്രേ വേണ്ടു. അപ്പൊ എന്താ, അവരൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മളെ എന്തിനാ അങ്ങനെ പറയണേ എന്നുള്ളൊരു സങ്കടം വരുമ്പോൾ ഭഗവാനോട് പറയാം, ഉണ്ണികൃഷ്ണ ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, എന്തിനാ അവരൊക്കെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണേ അല്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ ഉണ്ണികൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയും, അവരല്ലേ വിഷമിപ്പിക്കണേ, ഞാനല്ലല്ലോ എന്ന്. അങ്ങനെ ചോദിക്കണ്ടാവും കേട്ടോ. ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും ആവശ്യമില്ല എന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ. അത് മതിയല്ലോ നമുക്ക്. അടുത്തതായിട്ട്, നമസ്കാരം ചേച്ചി, കൃഷ്ണനാട്ടം വഴിപാടിന്റെ പ്രസാദം എപ്പോഴാണ് നമുക്ക് കിട്ടുക? അടുത്ത ദിവസമാണോ? അഴൽ വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഷീട്ടാക്കാൻ പറ്റുമോ? മറുപടി തരണേ. അടുത്ത ദിവസം രാവിലെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണനാട്ടത്തിന്റെ പ്രസാദം കിട്ടും കേട്ടോ. അഴൽ വഴിപാട് നമുക്ക് എപ്പോഴാണെങ്കിലും ഷീട്ടാക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണ്. കാരണം അഴൽ നമുക്ക് രാത്രി 10 മണിക്ക് ശേഷമാണ്, ഷീട്ട് കൗണ്ടർ അടച്ചതിന് ശേഷമാണ് അഴൽ വഴിപാട് നടത്തപ്പെടുള്ളൂ. അപ്പൊ ഏത് സമയത്ത് ചെന്നാലും നമുക്ക് അഴൽ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട്, നമസ്കാരം സവിത, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാൻ നാരായണീയത്തിലെ ഏത് ശ്ലോകമാണ് ചൊല്ലേണ്ടത്? അതല്ലെങ്കിൽ ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചോദ്യമൊക്കെ ക്ലിയർ ആയി.
നാരായണീയത്തിലെ 87ാമത്തെ ദശകം കുചേലവൃത്തമാണ്, കുചേലോപാഖ്യാനമാണ്. ആ ഭാഗം ചൊല്ലി നമസ്കരിക്കാറുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആളുകൾ കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതായിട്ടുള്ള കഥകളും അനേകം നമ്മൾ കേൾക്കാറുണ്ട്. അടുത്തതായിട്ട് ഭാഗ്യ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി, ഗുരുവായൂർ അമ്പലത്തിന് അടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ചാട്ടവാർ വഴിപാടായി ഉണ്ടെന്ന് കേട്ടു, ഇത് ശരിയാണോ? വിശദമായി ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? അടുത്തതായിട്ട് ഗുരുവായൂരപ്പന്റെ പാലഭിഷേകം എത്ര സമയം ഉണ്ടാകും? ഇനിയൊരു സംശയം ചോദിച്ചോട്ടെ. ഗുരുവായൂരിൽ വരാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ലെങ്കിൽ, അതായത് വീട്ടിലെ സാഹചര്യത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ, വീട്ടുകാരോടും മറ്റ് എവിടെയെങ്കിലും പോകുന്നു എന്ന് കളവ് പറഞ്ഞ് വന്നാൽ ഭഗവാൻ അനിഷ്ടമാകുമോ? എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂരിൽ വന്നിരുന്നു. ഹോസ്പിറ്റലിൽ ഫോളോ അപ്പ് എന്ന കള്ളം പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ആരോടെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് മനപ്രയാസം. ആരോടും നമ്മളെല്ലാ കൃഷ്ണാരി മിത്രങ്ങളോടും ഷെയർ ചെയ്തില്ലേ? ഇപ്പം എല്ലാവരും കാണുന്നുണ്ടാവും, ഭാഗ്യയുടെ വീട്ടിലുള്ളവരും കണ്ടിട്ടുണ്ടാവും. കള്ളനല്ലേ കളവുള്ളതറിയൂ എന്ന് പറയണം. നമ്മൾ കള്ളന്മാരുടെയും കള്ളനെയാണ് നമ്മൾ ആശ്രയിക്കണം. കള്ളത്തരം മാത്രമേ കയ്യിലിരിപ്പായിട്ടുള്ളൂ എന്നേ നമ്മുടെ ഉണ്ണികൃഷ്ണന് നമുക്ക് എല്ലാവർക്കും തോന്നാറില്ലേ? നല്ല സങ്കടം വന്നിരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയാ, ഇമോജീസിൽ റെഡ് കളറുള്ളൊരു ഇമോജീനെ കണ്ടിട്ടില്ലേ? നല്ല ദേഷ്യം വരണം, അതുപോലെയാവും നമ്മുടെ മുഖം. എന്താ കാരണം എന്നറിയോ? നമ്മളിങ്ങനെ ഇമോഷണലായിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് ഭഗവാനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ ഉണ്ടാവും ചിരിച്ചുകൊണ്ട് ഓടക്കോലും പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഭഗവാനോട് ചോദിക്കും, ഇതൊന്നും അങ്ങേക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഞാനല്ലേ ഇങ്ങനെ സങ്കടപ്പെടണേ അല്ലേ? ഭഗവാൻ ഇപ്പോഴും ചിരിയാണല്ലേ വരണേ എന്നൊക്കെ തോന്നാറില്ലേ? അപ്പോൾ കള്ളച്ചിരി ചിരിക്കുന്ന ആളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. എന്നാൽ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ് ഇമോഷണലായി പൊട്ടിത്തെറിച്ചാലും ആ ചിരി മായില്ല എന്നുവെച്ചാലും 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ആൻസറും അദ്ദേഹം പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കള്ളം പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കല്ലേ പോരുന്നത്. അതുകൊണ്ട് ഭഗവാൻ നോക്കിക്കോളും ഭാഗ്യേ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയുന്നത് പാലഭിഷേകം എത്ര സമയമുണ്ട്? വളരെ കുറച്ച് സമയം, 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അത് മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്ത് തൊഴാനൊന്നും പറ്റില്ല. ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തൊഴാം, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പന്തീരടി പൂജയ്ക്ക് മുൻപായിട്ടാണ് പാലഭിഷേകം വരിക. ഇപ്പോൾ നടക്കുന്ന സമയം ഏതാണ്ട് 7:45 മുമ്പായിട്ടാണ്. 7:40 7:45 ഉള്ളിലാണ് ആ ഒരു പാലഭിഷേകം നടക്കാറുള്ളത്. പാർത്ഥസാരഥി അമ്പലത്തിൽ ചാട്ടവാറ് വഴിപാടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ എനിക്ക് അന്വേഷിക്കാതെ പറയാൻ പറ്റില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. അടുത്തതായിട്ട് ധന്യ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ അപവാദ പ്രചരണത്താൽ മനസ്സ് ആകെ തളർന്നിരിക്കുന്നു. ഗുരുവായൂർ വന്ന് തൊഴുതു. അവരുടെ ഈ സ്വഭാവം മാറാൻ എന്താണ് ചെയ്യുക? നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അനുഭവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിപ്പോൾ കള്ളങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. അവളുടെ കയ്യിൽ ഗുരുവായൂരിൽ പോയി കമന്ന് കിടന്നാൽ എന്ത് കിട്ടാൻ എന്നൊരു ചോദ്യവുമുണ്ട്. കണ്ണൻ ഇതൊന്നും കാണുന്നില്ലേ? തീർച്ചയായിട്ടും കണ്ണൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഗുരുവായൂരിൽ പോയി കമഴ്ന്ന് കിടന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് വേറൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് കിട്ടുന്നൊരു ഫീൽ അല്ല നിങ്ങൾക്ക് ഉണ്ടാവുക, എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൻ്റെ ലെവൽ, ഒരാൾക്ക് വേദന എടുത്തു കഴിഞ്ഞാൽ എത്ര വേദന ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ? ആ പെയിൻ എന്താന്നുള്ളത്, ശരീരത്തിൻ്റെ വേദനയാട്ടോ ഞാൻ പറയുന്നത്, ആ പെയിൻ എന്താന്നുള്ളത് നമുക്ക് മാത്രം അറിയണ കാര്യമാണ്. അതേമാതിരിയാണ് ഗുരുവായൂരപ്പൻ നമുക്ക് തരുന്ന അനുഭവങ്ങൾ, അത് എത്രത്തോളം ഡെപ്ത് ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് മാത്രം അറിയണ കാര്യമാണ്, വേറെ ഒരാൾക്കും അതറിയില്ല. അപ്പോൾ ആ ചോദ്യമേ വിടൂ, അത് ഗുരുവായൂരപ്പൻ അവർക്ക് തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അത്തരക്കാരോട് നമുക്ക് മനോഹരമായിട്ടൊരു ചിരിയാണ് അത്തരക്കാരോട് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം ഇത്ര നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത്ര നല്ലൊരു സ്വർഗം നിങ്ങൾക്ക് കിട്ടാതെ പോയല്ലോ എന്നാണ് ശരിക്കും പറയേണ്ടത്. നിങ്ങൾക്ക് ആ പാരിജാത വൃക്ഷത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, നിങ്ങൾക്ക് ആ കൽപ്പവൃക്ഷത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ആ കൽപ്പവൃക്ഷം ഉണ്ടല്ലോ, സ്വർഗത്തിലെ കൽപ്പവൃക്ഷം, അതേപോലെ ഒരു കൽപ്പവൃക്ഷമാണ് എൻ്റെ ഗുരുവായൂരപ്പൻ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കാര്യമില്ല ഈ ജന്മം കിട്ടിയിട്ട് എന്നുള്ളതാണ് അവരോട് പറയേണ്ട മറുപടി. പക്ഷെ ഒന്നും പറയണ്ട കേട്ടോ, ചിരിച്ചാൽ മാത്രം മതി. അടുത്തതായിട്ട് എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ അപവാദ പ്രചരണങ്ങൾ. നോക്കൂ, സ്യമന്തകമണി കട്ടെടുത്തു കണ്ണൻ എന്ന്
എത്ര പേര് അപരാധം പറഞ്ഞ അപവാദം പറഞ്ഞ ഭഗവാനെ, അല്ലേ? ഭഗവാൻ എന്താ ചെയ്തത്? സമയം വരട്ടെ, ഞാൻ തെളിയിക്കാം എന്ന രീതിയിൽ മൗനമായിട്ട് അതിനെ നേരിട്ടു. നമ്മളാരും ഭഗവാന്മാരൊന്നും അല്ല കേട്ടോ, നമുക്ക് അങ്ങനെ മൗനമായിട്ട് നേരിടാനും പറ്റില്ല. പക്ഷെ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അനേകം കള്ളങ്ങളിലൂടെ തന്നെയായിരുന്നു എൻ്റെ ജീവിതവും ഒരിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. മുഖത്ത് നോക്കി ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല. എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കള്ളത്തരങ്ങൾ കേട്ട് എൻ്റെ അടുത്ത് പെരുമാറുന്ന ആൾക്കാരോട് ചിരിക്കാനല്ലാതെ വേറൊന്നും സാധിച്ചിരുന്നില്ല. നാവ് ചലിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എനിക്ക്. ഓരോ തവണ ക്ഷേത്രത്തിൽ, അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തൊഴുത് തിരിച്ചെൻ്റെ ഇല്ലത്ത് എത്തുന്നതിനുള്ളിൽ 1000 പേരോട് മറുപടി പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പലപ്പോഴും. ഒന്നിനും മറുപടിയില്ല, ചിരിക്കും. എല്ലാത്തിനോടും ചിരി 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 ചിരി, ഇത് മാത്രമായിരുന്നു എൻ്റെ ഒരു കാലത്തെ മറുപടി ഉണ്ടായിരുന്നത്. അതല്ലാതെ എനിക്കൊന്നും പറയാൻ അറിയില്ല. പൊതുവെ എന്നെ കണ്ടാൽ അധികം സംസാരിക്കാൻ ആർക്കും തോന്നില്ല. കാരണം ഭയങ്കര എന്താ പറയുക, മുഖത്ത് ഒരു സൗമ്യഭാവമില്ല എനിക്ക്. കുറച്ചൊരു ക്രുവൽ ലുക്കാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ. ആരോടും അത്ര അടുപ്പം കാണിക്കാത്ത സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അധികം പേർക്ക് ചോദിക്കാനുള്ള അവസരമില്ല. എന്നിട്ട് പോലും എത്രയോ പേര് എന്നോട് ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിരിയല്ലാതെ എൻ്റെ കയ്യിൽ വേറെ മറുപടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആർക്കും ഒന്നും ചോദിക്കാനില്ലാത്ത തരത്തിൽ മാറ്റി എൻ്റെ ജീവിതം എന്നുള്ളത് ഗുരുവായൂരപ്പനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കള്ളത്തരങ്ങൾ പറയുന്നതിലും അപവാദം പ്രചരിപ്പിക്കുന്നതിലും ഒന്നും ഒട്ടും പരിഭ്രമിക്കേണ്ട. ഇതെല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണന് വിട്ടുകൊടുക്കുക. ഉണ്ണികൃഷ്ണ, ഇത് എനിക്ക് മനസ്സിന് സമാധാനം തരാത്ത രീതിയിൽ മാറിയിരിക്കുന്നു, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അങ്ങ് വിചാരിച്ചാൽ സാധിക്കില്ലേ എന്ന് മാത്രം ചോദിക്കുക. നാരായണീയത്തിലെ 80ാമത്തെ ദശകം സ്യമന്തകം കഥയിലെ ആ ഭാഗം എന്നും ചൊല്ലി നമസ്കരിച്ചോളൂ. അപവാദ പ്രചരണത്തിനെല്ലാം എല്ലാത്തിനും മറുപടിയാണ്. അത് അങ്ങനെയല്ല, സത്യം ഇതാണ് എന്ന് തെളിയിക്കപ്പെടാൻ ഇതിലും നല്ല ഒരു മാർഗമില്ല. അത് എന്തായാലും ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് സവിത കുറേ ദിവസമായി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു, ഗുരുവായൂരപ്പനും കൃഷ്ണനും നാരായണനും ഒന്ന് തന്നെയാണോ എന്ന്. തീർച്ചയായിട്ടും ഒന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തിന് പറഞ്ഞിരുന്നു കേട്ടോ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗോലോകേശ്വരൻ എന്നൊരർത്ഥം ആണ്. ഗോലോകത്ത് നിന്നാണ് ഭഗവാന്റെ ആ ഒരു ഉത്ഭവം, അല്ലെങ്കിൽ അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ അംശാവതാരം എന്നും കൂടി പറയപ്പെടാറുണ്ട്. എങ്കിലും ഗോലോകേശ്വരനാണ് കൃഷ്ണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്നത് വൈകുണ്ഠ നാരായണ മൂർത്തിയാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഇനി ഗുരുവായൂരപ്പൻ ആരാണ് ചോദിച്ചാൽ, വെച്ച് ആരാധിക്കുന്ന വിഗ്രഹം വിഷ്ണുവിൻ്റെതാണെങ്കിലും ഭഗവാനെ നമ്മൾ കൃഷ്ണനായിട്ടാണ് കാണുന്നത്. വെറും കൃഷ്ണനല്ല കേട്ടോ, കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് ഇവിടെ വരുന്ന 90% ആളുകളും കാണുന്നത്. കുഞ്ഞുണ്ണി കൃഷ്ണനാവാൻ ഭഗവാനും വലിയ ഇഷ്ടമാണ്. ഒന്ന് നോക്കി നോക്കൂ കേട്ടോ, ശ്രീലകത്ത് എപ്പോഴും വൃന്ദാവനത്തിലെ എന്തൊക്കെ ലീലകളാണ് ഉണ്ടാവുക, ആ ലീലകളാണ് ഉണ്ടാവുക. കാളിയമർദ്ദനമാണെങ്കിലും ഗോവർദ്ധനമാണെങ്കിലും ഒരലിൽ കെട്ടിയ ഉണ്ണികൃഷ്ണനാണെങ്കിലും ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനാണെങ്കിലും വെണ്ണക്കണ്ണനാണെങ്കിലും ഓടക്കോല് ഊതുന്ന ഉണ്ണികൃഷ്ണനാണോ, ഒക്കെ വൃന്ദാവന കൃഷ്ണനാണ്. വൃന്ദാവന കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണികൃഷ്ണനാണ്. വലിയ ആളാവുന്നത് കംസവധം കഴിഞ്ഞ് ആ കംസവധത്തിന്റെ സമയത്താണ് വലിയ ആളാവുന്നത്. അതുവരെ എല്ലാവരും എങ്ങനെയാ കണ്ണാന്നാ വിളിച്ചിരുന്നത്. ഉണ്ണീകൃഷ്ണ, കണ്ണാ ഓടി വരൂ, വെണ്ണ തരാം, പാല് തരാം, തൈര് തരാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ ഭാവമാണ് ശ്രീലകത്ത് ഉണ്ണികൃഷ്ണന്. 4 തൃക്കൈകളോട് കൂടിയിട്ട് ശംഖചക്ര ഗദാ പത്മത്തോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. പാതാളാഞ്ജനശിലയിൽ എത്രയോ കാലപ്പഴക്കമുള്ള വിഗ്രഹമാണ്. ഈ വിഗ്രഹമാണ് ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്നത് വസുദേവരും ദേവകിയും. അതേ വിഗ്രഹമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വസുദേവരും അതുപോലെ ദേവകിയും വെച്ച് ആരാധിച്ചിരുന്നത് കൃഷ്ണന്റെ വിഗ്രഹമല്ല, വിഷ്ണുവിന്റെ വിഗ്രഹം തന്നെയാണ്. പക്ഷെ ആ വിഗ്രഹത്തിലെ ഇന്നത്തെ ചൈതന്യം കൃഷ്ണനാണ്. എങ്ങനെ കൃഷ്ണനായി എന്ന് ചോദിച്ചാൽ, അനേകം ഭക്തര് ഉണ്ണീകൃഷ്ണ എന്ന് വന്ന് വിളിച്ച് ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് ഓടി വന്നത് തന്നെയാണ് കേട്ടോ. പൂന്താനത്തിനെ പോലുള്ളവര്, കുറൂരമ്മയെ പോലുള്ളവര്, വില്ലുമംഗലത്തിനെ പോലുള്ളവര്, അവരൊക്കെ ഉണ്ണികൃഷ്ണന് കൃഷ്ണ എന്നുള്ള ആ ഒരു പേര് കൊടുത്ത് വിളിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് പോന്നു. ഇനി ഗുരുവായൂരപ്പനും കൃഷ്ണനും ഒന്നാണോ ചോദിച്ചാൽ ഒരു സംശയവും ഇല്ല, അതെ. കാരണം മേൽപ്പത്തൂര് നൽകിയ പേരാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരിൽ വിളങ്ങുന്ന ആ ഒരു നമ്മുടെ സൗഭാഗ്യ കട്ടയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണന് നൽകിയ പേരാണ് ഗുരുവായൂരപ്പൻ എന്ന പേര് കേട്ടോ.
അടുത്തതായിട്ട് ചേച്ചി, എൻ്റെ മോന് 5 വയസ്സാണ്. അവന് ഭയങ്കര മടിയാണ് എഴുതാനായിട്ട്. അത് മാത്രമല്ല വലിയ ദേഷ്യമാണ്. നമ്മളെ എന്ത് പറഞ്ഞാലും തറുതല പറയുകയും എപ്പോഴും കരച്ചിലുമാണ്. ചെറിയ കാര്യം മതി കരയാൻ. അടുത്ത വീട്ടിലെ ഒരമ്മ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും നേർച്ച കിടപ്പുണ്ടോ മോൻ്റെ പേരിൽ എന്ന്. എൻ്റെ ഓർമ്മയിൽ ഞാൻ മോന് ജനിച്ച സമയത്ത് പറഞ്ഞിരുന്നു, പറ്റിയാൽ മോനെ ചോറൂണ് ഗുരുവായൂർ വന്ന് നടത്താമെന്ന്. എന്നാൽ അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കുമോ മോനെ ഇങ്ങനെ കാണിക്കുന്നത് എന്ന്. ആയിരിക്കാം. നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമ്മളമ്മമാരെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ എറ്റിക്കൊടുക്കുക എന്ന് പറയില്ലേ, ഞെട്ടിക്കൊടുക്കുക പറയില്ലേ, പേടിപ്പിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ മറന്നുപോയ വഴിപാടുകൾ തിരിച്ചു കൊണ്ടുവരുള്ളൂ. ഉണ്ണികൃഷ്ണൻ ഇവിടെ കാത്തിരിക്കുകയാണ് ആ കുഞ്ഞു ആവയായിട്ട് ചോറുണ്ടെന്നത് കാണാൻ. 5 വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ഇതുവരെയും കൊണ്ടുവന്ന് ചോറ് കൊടുത്തില്ല പറഞ്ഞാൽ ഉണ്ണികൃഷ്ണന് സങ്കടാവില്ലേ? വേഗം വന്നോളൂ. ഇവിടെ പ്രായപരിധിയൊന്നുമില്ല ചോറ് കൊടുക്കാൻ. ഏത് പ്രായത്തിലും വന്ന് ചോറ് കൊടുക്കാവുന്നതാണ്. ചോറ് കൊടുത്തോളൂ. ഒപ്പം കുന്നിക്കുരു കൊണ്ട് തുലാഭാരം നിറഞ്ഞോളൂ കേട്ടോ. മോൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളെല്ലാം മാറി കിട്ടാൻ വളരെ നല്ലതാണ് കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കുന്നത്. ചില കുട്ടികളിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ, സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണിക്കുന്നത് നല്ലതാട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അവരുടെ ഉള്ളിൽ കിടക്കണ്ടോ, നമ്മൾ വിചാരിച്ച പറ്റാത്ത കാര്യങ്ങൾ അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അവർ ഇമോഷണലി ആണ് എപ്പോഴും കുട്ടികളെ സമീപിക്കുക. പക്ഷെ ഇമോഷണലി സമീപിക്കാതെ അത് എന്താണ് പ്രശ്നം എന്ന് കുറച്ച് മെന്റലി ചിന്തിച്ചുകൊണ്ട് സമീപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം ഈ വഴിപാടുകളൊക്കെ എത്രയും പെട്ടെന്ന് നടത്തിക്കോളൂ. ഒപ്പം ഒരു വിദഗ്ധ ഉപദേശം തേടുന്നതും വളരെ നല്ലതാട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഓരോ വഴിപാടിനെ കുറിച്ച് പറയുമ്പോൾ സവിത ഹോസ്പിറ്റലിനെതിരാണ്, ഡോക്ടേഴ്സിനെതിരാണ് ഒന്നുമല്ല. നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാത്തിനും ഉപരിയായിട്ട് ഡോക്ടേഴ്സിൻ്റെയും ഡോക്ടറായിട്ട് ഗുരുവായൂരപ്പനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് അസുഖം വന്നാലും ചികിത്സിക്കും. അപ്പം ഭഗവാനും കൂടി നമ്മുടെ ഒപ്പം രക്ഷയ്ക്കായിട്ട് വേണം എന്ന് ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അവരോടുള്ള എൻ്റെ മറുപടിയും എപ്പോഴും ആത്മീയമായ രീതിയിൽ മാത്രമേ ഞാൻ മറുപടി പറയാറുള്ളൂ. ഇതുപോലെ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം അതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. അതിപ്പോൾ എന്തിനാ ഞാൻ പറയണേ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വശം പറയാതിരിക്കുന്നത്. പക്ഷെ എനിക്കൊരസുഖം വന്നാൽ ഞാൻ എന്തായാലും ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് പോവുക. പക്ഷെ ആദ്യം വഴിപാടുകൾ നേരും, എന്നിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തിട്ട് വേണം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്ന ആളാട്ടോ. അല്ല, ഡോക്ടറുടെ അടുത്തേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതവിടെ അണ്ടർസ്റ്റുഡ് ആണ് എന്നുള്ളത് കൊണ്ടാട്ടോ പറയാത്തെ. അടുത്തതായിട്ട് ഒരമ്മ പറഞ്ഞിരിക്കുന്നത്, മകന് 24 വയസ്സുണ്ട്. കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. പ്രായത്തിൽ കൂടിയവരും ഉണ്ട്, കുറഞ്ഞവരും ഉണ്ട്. അവർക്ക് ചില എന്താ പറയുക, ചീത്ത രീതിയിലുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ട്. മകൻ അവരുടെ കൂടെ കൂടിയിട്ട് ദുശീലങ്ങളൊക്കെ പഠിക്കുമോ അറിയില്ല. മകൻ ഇപ്പം എല്ലാവരുടെ അടുത്തും നന്നായിട്ടാണ് പെരുമാറുന്നത്. ഇടയ്ക്ക് 1-2 ബീറൊക്കെ കഴിച്ചു എന്ന് കേൾക്കാനുണ്ട്. അപ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലാണ്. എൻ്റെ മകൻ കൈവിട്ടു പോകുമോ എന്ന അമ്മയുടെ ഭയമാണ് പറയണത്. അപ്പം അങ്ങനെ ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വളർത്തി വെക്കുന്ന ഒരു സംസ്കാരം അവരുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. നോക്കൂ, അജാമിളൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ? അജാമിളൻ ഏർലി 20s നശിച്ചു പോയിട്ട് അവസാനം 60 വയസ്സാവുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ട് അവന് നാരായണൻ എന്ന് പേരിടാൻ കാരണം ആ വളർന്നു വന്ന സാഹചര്യവും ആ ഒരു സംസ്കാരവും കൊണ്ടാണ്. അപ്പം നമ്മൾ വളർത്തിയെടുക്കുന്ന സംസ്കാരം അത് അവരുടെ ഉള്ളിൽ എങ്ങനെ പോയാലും ഉണ്ടാവും. ഉപദേശിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഉപദേശിക്കണം, നേരത്തെ പറഞ്ഞു കൊടുക്കുകയും വേണം. പക്ഷെ എന്നാൽ പോലും ഓവർ സ്ട്രിക്ട്നെസ് കാണിച്ച കുട്ടികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 2 പേരൊക്കെ ഇടയ്ക്ക് അവർ കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയല്ലേ വേണ്ടത്. അമ്മ എന്നുള്ള നിലയിൽ നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടുക. കാരണം അവരുടെ പ്രായം ഈ പുറത്തു പോകുന്ന പുരുഷന്മാർക്കേ അറിയുള്ളൂ അവർക്ക് എത്രത്തോളം പ്രഷർ ഉണ്ട് ഈ ചീത്തയിലേക്ക് പോകാൻ എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ അവരെ അങ്ങനെ സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഉണ്ണിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഇല്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടാവരുതെന്ന് പറയാം. നാരായണ കവചം ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. ആ കുഞ്ഞിൻ്റെ പേരിൽ നാരായണ കവചം ചൊല്ലി നമസ്കരിക്കുന്നത് അത്യുത്തമമാണ്. കാരണം അവന് ഡൈവേർട്ട് ചെയ്ത് പോവാൻ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല. നമ്മളല്ലേ വളർത്തണം നമ്മുടെ കുട്ടികളെ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ വേണം, ഇങ്ങനെയൊക്കെ വേണം എന്ന്. എന്നിട്ടും ചില അമ്മമാരുടെ പരാതി കേൾക്കുമ്പോൾ സങ്കടം വരാറുണ്ട് കേട്ടോ. ചില പെൺകുട്ടികളുടെ അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അവർ പറയുമ്പോൾ. ചില പെൺകുട്ടികളെ
കുറിച്ച് പറയാറുണ്ട്. ഇഷ്ടമില്ലാത്ത വിവാഹത്തിലേക്ക് പോകുന്നു, അതായത് പാരൻസിനെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നു എന്ന് പറയാറുണ്ട് ചില അമ്മമാരെ വിളിച്ചിട്ട്. കരഞ്ഞുകൊണ്ടൊക്കെയാ പറയാറുള്ളത്. അവരത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടും സംസ്കാരപൂർവ്വം വളർത്താത്തത് കൊണ്ടും അല്ല, പെട്ടെന്ന് എന്താ എൻ്റെ കുട്ടിക്ക് സംഭവിക്കണേന്ന് മനസ്സിലാവണില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഉണ്ണികൃഷ്ണനോട് പ്രാർത്ഥിക്കുക, ഇവൾ സുഖമായി ജീവിക്കണേ, ഇവൾക്കൊരു ബുദ്ധിമുട്ട് വരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അല്ലാതെ വേറെ ഒന്നിനും നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ഗുരുവായൂരപ്പൻ അവളെ എന്തായാലും പ്രൊട്ടക്ട് ചെയ്തിരിക്കും. 100% വിശ്വാസപൂർവ്വം നിങ്ങൾ ജപിച്ചോളൂ നാരായണ കവച മന്ത്രം. കുട്ടികളൊക്കെ സംരക്ഷിതരായിട്ടിരിക്കട്ടെ. അടുത്തതായിട്ട് സുജാത എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ജപമാല മുത്തു മുഴുവൻ ചിതൽ നാശമാക്കി ജനവാതിലിൻ്റെ മേലെ വെച്ചിരിക്കുകയായിരുന്നു, ഇത് ദോഷമാണോ എന്ന്. ദോഷമൊന്നുമില്ല, അടുത്ത ജപമാല വാങ്ങണം, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നിസ്സാര കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ദോഷം കൊണ്ടാണ്, നമ്മളെ ഗുരുവായൂരപ്പന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേ ചെയ്യരുത്. നമ്മളെ നമ്മുടെ ഉണ്ണികൃഷ്ണന് ഓൾവേസ് നല്ല ഇഷ്ടമാണ്. നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇത് അപ്പൊ ഈ ജപമാലയിൽ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും, ഇത് മാറ്റണം എന്ന് ഭഗവാന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് ചിതലുകളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗുരുവായൂർ അമ്പലത്തിലെ പണ്ട് ആനയ്ക്ക് ദേഷ്യം വരാറുണ്ട് അത്രേ. ഈ കേശവനാനയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറേ മാറ്റേണ്ട കാര്യങ്ങൾ. കുറേ വർഷങ്ങളായിട്ട് എന്താ പറയുക, കാലപ്പഴക്കം നേരിട്ടിട്ടുള്ള വിളക്കുകളോ അതല്ലെങ്കിൽ ദീപസ്തംഭമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കേശവനാന കൊമ്പോട് കുത്തിയിടുത്രേ. അത് പുതിയതാക്കാൻ വൈകി, അതാണ് ഭഗവാൻ പറയണത്. അങ്ങനെ കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി, കുഞ്ഞുണ്ണികൃഷ്ണൻ അപ്പോൾ കേശവന്റെ പുറത്ത് കയറിയിരിക്കണ്ടാവും, കേശവ കുത്തിയിട്ടോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ കേശവൻ അതിനനുസരിച്ചായിരിക്കും ഓരോന്നും. എൻ്റെ കുട്ടിക്കാലത്ത് കേശവനാനയൊന്നുമല്ല, ഒരു ആന, ഒറ്റക്കൊമ്പനാണ്. പക്ഷെ ഒരു കൊമ്പൊക്കെ പിന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ഈ ഒറ്റക്കൊമ്പൻ ആന ഒരിക്കൽ കണ്ണാടി കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണാടി കുത്തിപ്പൊട്ടിച്ചു എന്ന് കേട്ട ഉടനെ ഞാൻ വിചാരിച്ചു, പുതിയ കണ്ണാടി ഗുരുവായൂരപ്പന് വരാനായിട്ടുണ്ട്, ഏതെങ്കിലും ഭക്തൻ കണ്ണാടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ കണ്ണാടിയൊക്കെ പഴയതായാലോ, ഇതൊക്കെ കുത്തിപ്പൊട്ടിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതേമാതിരി ആ ജപമാല മാറ്റാറായി എന്നുള്ളൊരു സൂചന തന്നതാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇതിലൊരു ദോഷവും ഗുരുവായൂരപ്പൻ അങ്ങനെയൊന്നും നമ്മളെക്കുറിച്ച് വിചാരിക്കുകയില്ല. അപ്പൊ ഇന്ന് അത്രയും വിശേഷങ്ങളുള്ള കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കഥകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാൻ സാധിക്കട്ടെ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.